وإذ غدوت من أهلك تبوئ المؤمنين مقاعد للقتال والله سميع عليم. ആയത്ത് 121. വഇദ് ഗദൗത, താങ്കൾ പ്രഭാതത്തിൽ പുറപ്പെട്ട സന്ദർഭം ഓർക്കുക. മിൻ അഹ്ലിക്, താങ്കളുടെ കുടുംബത്തിൽ നിന്നും. തുബവ്വിഉൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ താങ്കൾ നിർത്തുന്നു. മഖാഇദ ലിൽ ഖിതാൽ, പോരാട്ടത്തിന് വേണ്ടി വിവിധ സ്ഥാനങ്ങളിൽ തയ്യാറാക്കി നിർത്തുന്നു. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഇവിടെ നിന്നും ഈ സൂറത്തിന്റെ ഏതാണ്ട് അവസാനം വരെയും ഉഹദ് യുദ്ധത്തെ തുടർന്ന് ഉണ്ടായ അവസ്ഥകളെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള സംബോധനയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക മുക്കറമയിൽ സത്യത്തിന്റെ പ്രബോധനം ആരംഭിച്ചു. വലിയ എതിർപ്പുകളും പ്രയാസങ്ങളും നേരിടേണ്ടി വന്നു. അവസാനം അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പലായനം ചെയ്തു. എന്നാൽ മദീനയിൽ വന്നതിന് ശേഷവും ശത്രുക്കളുടെ ശത്രുത കുറഞ്ഞില്ല. കാരണം ഈ വിരോധം, വൈരാഗ്യം, ആരോടെങ്കിലുമുള്ള ദേഷ്യം, അസൂയ, ഇത് ഒരു വല്ലാത്ത രോഗമാണ്. അത് മാറ്റിയില്ല എങ്കിൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ മാറ്റിയാൽ വളരെ നല്ല അവസ്ഥ സംജാതമാവുകയും ചെയ്യും. അതുകൊണ്ട് ഈ മക്കയിലെ നിഷേധികൾ അവരുടെ ശത്രുത കുറച്ചില്ലെന്ന് മാത്രമല്ല, വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. അവർ മദീനയിലുള്ള യഹൂദികളെയും ഇളക്കാൻ ആരംഭിച്ചു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന് ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം യഹൂദികളുമായി നല്ല ബന്ധമുണ്ടാക്കിയെടുക്കലായിരുന്നു. മുസ്ലിമീങ്ങൾ ഏതെങ്കിലും നാടുകളിൽ താമസിക്കുന്നെങ്കിൽ അവിടെയുള്ള അമുസ്ലിം സഹോദരങ്ങളുമായി നല്ല ബന്ധമുണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കണം എന്നതാണ് പ്രവാചക മാർഗം. പക്ഷേ ഈ മക്ക നിഷേധികളുടെ പ്രേരണ പ്രകാരം യഹൂദികളും വലിയ പ്രശ്നങ്ങൾ കാണിച്ചു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ആയത്തുകളിൽ വിവരിക്കപ്പെട്ടു. മക്കയിലെ നിഷേധികളും അവരും മുസ്ലിമീങ്ങളെ തകർക്കാൻ, മദീനയെ ആക്രമിക്കാൻ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. അങ്ങനെ ഹിജ്റ 2-ാം വർഷം ബദറിൽ വെച്ച് ഒരു വലിയ പോരാട്ടം നടന്നു. അള്ളാഹുവിന്റെ അളവറ്റ സഹായത്താൽ ബദറിൽ വലിയ വിജയം ലഭിക്കുകയുണ്ടായി. ഇവിടെ അതിനെപ്പറ്റിയുള്ള പരാമർശം 2 ആയത്തുകൾക്ക് ശേഷം വരുന്നുമുണ്ട്. ബദറിൽ പരാജയപ്പെട്ട നിഷേധികൾ പക്ഷേ അതിൽ നിന്നും ഗുണപാഠം പഠിച്ചില്ല. എണ്ണത്തിലും വണ്ണത്തിലും കുറവായ മുഹമ്മദി കൂട്ടുകാർ വിജയിക്കാനുണ്ടായ കാരണം അവരുടെ സന്ദേശവും ഗുണങ്ങളുമാണ്. അതുകൊണ്ട് അതിനെ എതിർക്കാൻ പോയിട്ട് കാര്യമില്ല എന്ന് അവർ ഉൾക്കൊള്ളാതെ വീണ്ടും അവർ
അടുത്ത വർഷം ഹിജ്റ 3 ശവ്വാൽ തുടക്കത്തിൽ മദീനയിലേക്ക് വരികയുണ്ടായി. 3000 വൻ സൈന്യവുമായിട്ടാണ് അവർ ബദറിന്റെ പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി മദീനയിലേക്ക് വന്നത്. ബദറിൽ അവർ 1000 പേരായിരുന്നു. എണ്ണത്തിൽ ഇവർ 3000 ഒരുക്കത്തിലും അതുപോലെ തന്നെ വലിയ ഒരുക്കങ്ങളുമായിട്ടാണ് വന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനപ്പെട്ട പരിചയസമ്പന്നരായ സഹാബാക്കളുമായി കൂടിയാലോചിച്ചു. എന്തെങ്കിലും പ്രശ്നം വന്നാൽ പ്രധാനപ്പെട്ടവരുമായി കൂടിയാലോചിക്കണം. അവർ പറഞ്ഞു, നമുക്ക് മദീനയിൽ തന്നെ നിൽക്കാം. അവർ മദീനയിലേക്ക് വരികയാണെങ്കിൽ അവരെ പ്രതിരോധിക്കാം. അവർ മദീനയിലേക്ക് വരാൻ സാധ്യതയില്ല, വന്നു കഴിഞ്ഞാൽ പ്രതിരോധിക്കാമെന്ന് മുതിർന്ന സഹാബികൾ പറഞ്ഞു. എന്നാൽ യുവാക്കളായ സഹാബികൾ പ്രത്യേകിച്ചും ബദറിൽ പങ്കെടുക്കാതിരിക്കുകയും ബദറിൽ പങ്കെടുത്ത മഹാന്മാരുടെ മഹത്വങ്ങൾ ധാരാളമായി കേൾക്കുകയും ചെയ്ത സഹാബികൾ അവർ പറഞ്ഞു, ഇല്ല, നമുക്ക് മദീനയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോരാടണം, ശത്രുക്കളെ കൈകാര്യം ചെയ്യണം. അങ്ങനെ ഇവരുടെ സമ്മർദ്ദത്തിലൂടെയുള്ള അഭിപ്രായം കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ വെളിയിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു. 1000 പേരുടെ സൈന്യവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. എന്നാൽ കുറഞ്ഞ ദൂരം മാത്രമേ പോയുള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന കപടവിശ്വാസിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന 300 പേരെയും കൂട്ടി അയാൾ മടങ്ങി വന്നു. സഹാബികൾ 700 പേരായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് 3-4 മൈൽ ദൂരമുള്ള ഉഹദിലേക്ക് യാത്രയായി. അവിടെ വലിയൊരു മലയുണ്ട്, വളരെ പുണ്യമായ മല. അവിടെ അതിന്റെ അടിവാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമ്പടിച്ചു. എന്നിട്ട് അതിന് മുമ്പിൽ ഒരു ചെറിയ മലയുണ്ടായിരുന്നു. അതിന്റെ മുകളിൽ 50 സഹാബികളെ, അമ്പെയ്ത്ത് വിദഗ്ധരായ 50 സഹാബികളെ നിർത്തുകയും അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ അമീറാക്കുകയും ഞങ്ങൾ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഇവിടെ നിന്ന് മാറരുത് എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ യുദ്ധം ആരംഭിച്ചു. അല്ലാഹു സഹായത്തിന്റെ കവാടം തുറന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ശക്തമായി പോരാടി. ശത്രുക്കൾ ഭയക്കുകയും അവർ പിന്തിരിഞ്ഞു ഓടുകയും ചെയ്തു. അവർ പിന്തിരിഞ്ഞോടിയപ്പോൾ അവരുടെ ഗനീമത്ത് സ്വത്തുക്കളെയെല്ലാം, അവരുടെ സമ്പത്തിനെയെല്ലാം അവർ അവിടെ വിട്ടിട്ടാണ് പോയത്. ഉടനെ അവിടെയുണ്ടായിരുന്ന സഹാബികൾ അത് ശേഖരിക്കാനും എടുത്തു മാറ്റി വെക്കാനും ആരംഭിച്ചു. ഇത് കണ്ട അമ്പെയ്ത്തുകാരായ സഹാബികൾ അവർ പരസ്പരം പറഞ്ഞ്, നമുക്കും പോകാം, ഗനീമത്ത് സ്വത്തുക്കൾ ഒരുമിച്ച് കൂട്ടാം. അവരുടെ അമീർ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പാടില്ല, പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ചില അഭിപ്രായങ്ങളിൽ ആളുകൾ കടിച്ചു തൂങ്ങും. അവസാനം അവരിൽ ഭൂരിഭാഗം പേരും ഗനീമത്ത് സ്വത്തുക്കൾ ശേഖരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അന്ന് മുസ്ലിമല്ലാതിരുന്ന, പിന്നീട് ഇസ്ലാമിന്റെ ധ്വജവാഹകനായ നായകനായ ഖാലിദ് റളിയല്ലാഹു അൻഹു ഈ സ്ഥലം ഒഴിവായി കിടക്കുന്നത് കണ്ട് പുറയിലൂടെ വന്ന് അവിടെ ഉണ്ടായിരുന്ന ഏതാനും സഹാബികളെ വധിച്ച് എന്നിട്ട് ഗനീമത്ത് സ്വത്ത് വാരിക്കൂട്ടുന്നതിൽ മുഴുകിയിരുന്ന സഹാബികളെ പുറയിൽ നിന്ന് ശക്തമായി ആക്രമിച്ചു. ശത്രുക്കളെല്ലാം പോയി എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ പെട്ടെന്നുണ്ടായി അക്രമത്തിൽ എല്ലാവരും അമ്പരക്കുകയും ആ ബേജാറിൽ നിരവധി സഹാബികൾ അവിടെ നിന്നും ഓടുകയും
എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എല്ലാം അർപ്പണം ചെയ്ത് പോരാടാൻ സന്നദ്ധരായ സഹാബികളും അവിടെ തന്നെ നിലയുറപ്പിക്കുകയും ചെയ്തു. ശത്രുക്കൾ വളരെ ശക്തമായ നിലയിലുള്ള ഈ തിരിച്ചടിയിൽ നിരവധി പ്രധാനപ്പെട്ട മഹത്തുക്കൾ കൊല്ലപ്പെട്ടു. 70 സഹാബികൾ കൊല്ലപ്പെട്ടു. ബദറിൽ 70 നേതാക്കൾ, ശത്രുക്കളുടെ നേതാക്കൾ കൊല്ലപ്പെട്ടെങ്കിൽ ഇവിടെ 70 ഉന്നതരായ സഹാബികൾ, ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അതുപോലുള്ള പ്രധാനപ്പെട്ട സഹാബികൾ കൊല്ലപ്പെടുകയുണ്ടായി. എന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളെ ശക്തമായി പോരാടി. അതിനുശേഷം തങ്ങൾ എല്ലാവരെയും വിളിച്ചപ്പോൾ അവരെല്ലാവരും തള്ളപ്പക്ഷിയിലേക്ക് കുഞ്ഞുങ്ങൾ വരുന്നത് പോലെ മടങ്ങി വന്നു. അതിശക്തമായി പോരാടി അവസാനം ശത്രുക്കൾക്ക് വലിയ വിജയമൊന്നും ലഭിക്കാത്ത നിലയിൽ മടങ്ങി പോകാൻ അവർ നിർബന്ധിതരായി. ഇതാണ് ഉഹദിന്റെ സംഭവം. അല്ലാഹു തആല ഈ സംഭവത്തിൽ അടങ്ങിയ വിവിധ പാഠങ്ങൾ വിവിധ ആയത്തുകളിലായി വിവരിക്കുകയാണ്. ആദ്യം ആ രംഗത്തെപ്പറ്റി പറയുന്നു. وَإِذْ غَدَوْتَ مِنْ أَهْلِكَ تُبَوِّئُ الْمُؤْمِنِينَ مَقَاعِدَ لِلْقِتَالِ. ഒരു ദിവസം പ്രഭാതത്തിൽ താങ്കൾ കുടുംബത്തിൽ നിന്നും പുറപ്പെട്ട സന്ദർഭം ഓർക്കുക. യാത്രകൾക്ക് ഏറ്റവും നല്ലത് പ്രഭാത സമയമാണ്. تُبَوِّئُ الْمُؤْمِنِينَ مَقَاعِدَ لِلْقِتَالِ. താങ്കൾ പ്രഭാതത്തിൽ ഉഹദിന്റെ ഭാഗത്തേക്ക് പോയി. എന്നിട്ട് ഉഹദിന്റെ അടിവാരത്തിൽ ചെന്ന് യുദ്ധത്തിന് വേണ്ടി താങ്കൾ കൂട്ടുകാരെ വിവിധ സ്ഥലങ്ങളിൽ നിശ്ചയിച്ച് നിർത്തി. അച്ചടക്കം, ഡിസിപ്ലിൻ ഒരു സമൂഹത്തിന്, കൂട്ടത്തിന് ആവശ്യമാണ്. എല്ലാവരും കൂടി കട്ട കൂടി ഹൂ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു, ഹാ എന്നുകൊണ്ട് വരുന്നു. കുറെ എണ്ണം വീഴും, കുറെ ആൾക്കാർ തെറിക്കും. നിർത്തുന്ന സ്ഥലത്ത് നിർത്തണം, ഇരുത്തുന്ന സ്ഥലത്ത് ഇരിക്കണം. അതാണ് അച്ചടക്കം. അള്ളാഹു പ്രത്യേകം പറയുന്നു, تُبَوِّئُ الْمُؤْمِنِينَ مَقَاعِدَ لِلْقِتَالِ وَاللَّهُ سَمِيعٌ عَلِيمٌ. ആ സമയത്ത് താങ്കൾ പറഞ്ഞ വാക്കുകളെല്ലാം അല്ലാഹു കേൾക്കുന്നവനാണ്. താങ്കളുടെ കൂട്ടുകാര് പറഞ്ഞ വാക്കുകളും അല്ലാഹു കേൾക്കുന്നവനാണ്. അലീം, അല്ലാഹു എല്ലാം അറിയുന്നവനുമാണ്. എല്ലാവരുടെയും മനസ്സിന്റെ അവസ്ഥകൾ അറിയുന്നവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 2 അണികൾ വളരെ ഇഷ്ടമാണ്. ഒന്ന് പോരാടാൻ വേണ്ടി നിൽക്കുന്നതായ അണികൾ അച്ചടക്കത്തിൽ, ആൾക്കൂട്ടമല്ല. 2 നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന അണികൾ സഫുകൾ ശരിയാക്കി കൃത്യമായി നിൽക്കണം. ഡിസിപ്ലിൻ, അച്ചടക്കം, കാര്യങ്ങൾ ശരിയായ നിലയിൽ നിർവഹിക്കുക എന്നത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രധാന ഗുണമാണ്. അല്ലാഹു നമുക്ക് ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.